കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ കല്യാണ വിവാദത്തിൽ പ്രതികരിച്ച ശിവൻകുട്ടി. കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ കല്യാണ വിവാദത്തിൽ തനിക്കെതിരെ കേസെടുക്കുന്നെങ്കിൽ കേസെടുക്കട്ടെ എന്ന് മന്ത്രി വി ശിവൻകുട്ടി. സർട്ടിഫിക്കറ്റ് നോക്കിയല്ല കല്യാണത്തിന് പോയതെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അവർക്ക് കേസെടുക്കാൻ അവകാശമുണ്ട്, അതിനെന്താ? ഞാൻ മിക്കവാറും ഒരു ദിവസം 10-15 വിവാഹത്തിന് പോകാറുണ്ട്. അതൊന്നും അവരുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല പോകാറുള്ളത്. ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടി കൗതുകമുണ്ടായി. അതുകൊണ്ട് നെയ്യാറ്റിൻകരയിൽ ഓടിച്ചെന്ന് ഒന്ന് നോക്കിയിട്ട് പോയി. അതിൻ്റെ പേരിൽ കേസെടുക്കാനാണെങ്കിൽ എടുക്കട്ടെ. ഞാൻ അവിടെ പോയി എന്നത് ശരി തന്നെയാണ്. അവർ കല്യാണം കഴിച്ചതിൽ നമ്മൾ കിടന്ന് ഉത്കണ്ഠപ്പെടേണ്ട കാര്യം എന്താണ്? കല്യാണത്തിൽ പങ്കെടുത്തതിൽ എൻ്റെ ഭാഗത്ത് പിഴവുണ്ടായെങ്കിൽ കേസെടുത്തോട്ടെ. എല്ലാ സർട്ടിഫിക്കറ്റുകളും അമ്പലത്തിൽ കൊടുത്ത ശേഷമായിരിക്കും അവർ വിവാഹിതരായതെന്ന് ശിവൻകുട്ടി പറഞ്ഞു. മാർച്ച് 11-നായിരുന്നു തിരുവനന്തപുരത്തെ അരുമാനൂർ നൈനാർ ദേവക്ഷേത്രത്തിൽ വെച്ച വൈറൽ താരത്തിന്റെ വിവാഹം. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണെന്നാണ് മധ്യപ്രദേശ് പോലീസ് കണ്ടെത്തിയതോടെ വിവാഹം വിവാദമായത്. ഇതേ തുടർന്ന് സംഭവത്തിൽ മധ്യപ്രദേശ് പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയാണ് കേസെടുത്തത്. വിവാഹ വിവാദത്തിനിടെ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 18 വയസ്സ് തികഞ്ഞെന്ന് തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം റദ്ദാക്കിയത്. വിവാഹത്തിന് ശേഷമാണ് ഈ റദ്ദാക്കൽ നീക്കം നടന്നിരിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാണ് ആധാറും പാൻ കാർഡ് ലഭ്യമായത്. ഈ രേഖകളിലെല്ലാം 18 വയസ്സ് പൂർത്തിയായിരുന്നു. പെൺകുട്ടി കേരളത്തിലെത്തിയത് നിയമപരമായി ലഭിച്ച രേഖകളുമായാണ്.